ഒരു ആൻഡ്രോയിഡ് മൊബൈൽ യൂസറെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ എന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലൂടെയാണ്. അതിനു പുറമെ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കാറുണ്ട്, ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കാറുണ്ട്. എന്തിനേറെ ഫയൽ മാനേജറായിട്ട് പോലും ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ തന്നെ നമ്മൾ ഉപയോഗിക്കാറ്. എന്തിനാണ് ഇങ്ങനെ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്? അതിൽ ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള ഫീച്ചറുകളുണ്ട്, അതുപോലെ തന്നെ വളരെ സെക്യൂറുമാണ്. അതിനും പുറമെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമും ഗൂഗിളിൻ്റെ തന്നെയുണ്ട്. മെസ്സേജ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ, അതിലും ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ്. എന്നാൽ നമ്മളിപ്പോൾ സാധാരണ ഫോൺ കോൾ ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷനാണ്? ഇൻബിൽഡായിട്ട് മൊബൈൽ തന്നെ അതിനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ഗൂഗിളിൻ്റെ തന്നെ ഫോൺ ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാത്തതുണ്ടാകും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പുതിയ മൊബൈലുകളിൽ ഇൻബിൽട്ടായിട്ട് തന്നെ ഫോൺ ബൈ ഗൂഗിൾ എന്ന ഗൂഗിളിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻബിൽട്ടായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അതിലാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പ്രത്യേകതകളും നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഓരോന്നും ചെറിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. എന്നാൽ പഴയ മൊബൈലിൽ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഇതിലുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ഈ ഒരു പ്രത്യേകതകളൊന്നും തന്നെ ഇല്ലാത്തതാണ്. ഓക്കെ, കണ്ടോ, ഇവിടെ അങ്ങനെയുള്ള ഓപ്ഷനുകളൊന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. വളരെ കുറച്ച് ഓപ്ഷനുകൾ മാത്രമാണ് ഉണ്ടാകുക. ഇവിടെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സെർച്ച് ബാറിൽ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഫോൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഫോൺ ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ കാണിക്കും. ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആദ്യത്തെ ഫോണിൻ്റെ ഓപ്ഷനിൽ നിന്നും ഫോൺ ബൈ ഗൂഗിൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്ത് സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ഇതായി മാറിയിട്ടുണ്ടാകും. ഇനി വീണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ വലതുവശത്ത് മുകളിൽ 3 ഡോട്ട്സ് ആണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച എല്ലാ ഓപ്ഷനുകളും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. എൻ്റെ പുതിയ മൊബൈലിൽ വലതുവശത്തല്ല ഇടതുവശത്തുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ സെറ്റിംഗ്സ് ഉള്ളത്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാകൂ. എല്ലാ ഓപ്ഷനുകളും രണ്ടും ഒരേപോലെയുള്ള ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കും. ഇനി ആദ്യത്തേത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് അടിപൊളി ഓപ്ഷനാണ്, കോളർ ID ആൻഡ് സ്പാം എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ടോഗിൾ ഉണ്ടാകും. രണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് വരുന്ന കോളുകൾ ഏത് ടൈപ്പ് കോളാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് സ്പാം കോളാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. പിന്നെ നമുക്കത് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, രണ്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി അടുത്ത ഓപ്ഷൻ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അടിപൊളി ഓപ്ഷനാണ് നോയ്സ് റിഡക്ഷൻ എന്ന ഓപ്ഷൻ. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കോളുകൾ, നിങ്ങൾ ചെയ്യുന്ന കോളുകൾ അതൊക്കെ നോയ്സ് ഇല്ലാതെ, അതായത് അപശബ്ദമില്ലാതെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തത് അസിസ്റ്റഡ് ഡയലിംഗ് എന്ന ഓപ്ഷനാണ്. അതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല, എന്നാലും ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന കോളുകൾ അതിൻ്റെ ആ ഒരു കോഡ് നമ്പർ അവിടെ കാണിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ഇവിടെ ബ്ലോക്ക്ഡ് നമ്പർ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത എല്ലാ നമ്പറുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ അൺനോൺ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വരികയില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആകും. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷനാണ്. അത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. പിന്നെ കോളിംഗ് അക്കൗണ്ട്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നല്ല നല്ല ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മുകളിൽ ആൻസർ എൻഡ് കോൾസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ടോഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്തിട്ട് അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വൈബ്രേഷൻ അടിക്കും. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് താഴെ കാണുന്ന ഇവിടെ ഓട്ടോ ആൻസർ എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സെക്കൻഡുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെക്കൻഡ് ആകുമ്പോൾ ആൻസർ ആകും. അതായത് നിങ്ങൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈക്കിലൊക്കെ പോകുമ്പോൾ വളരെയധികം ഉപകാരപ്രദമാണ്. ഇനി ഇവിടെ പവർ ബട്ടണിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഏറ്റവും താഴെ അടിപൊളി ഓപ്ഷൻ ഉണ്ട്, ലിഫ്റ്റ് ടു ഇയർ ആൻസർ. അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൾ വരുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ ചെവിയിലേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ ആൻസർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അത്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ കോൾ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ എൻ്റെ മൊബൈലിലുണ്ട്. എല്ലാ മൊബൈലിലും ഇത് കാണില്ല, ചില മൊബൈലുകളൊക്കെ എനേബിൾ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് നമ്പറിൽ നിന്നും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ താഴെ അടിപൊളി ഓപ്ഷൻ ഉണ്ട്,
ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതായത് യുവർ കോൾ ഹാസ് ബീൻ റെക്കോർഡഡ് എന്ന ആ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുകയില്ല. ഒരു ടിങ് എന്നുള്ള സൗണ്ട് മാത്രമായിരിക്കും ഉണ്ടാകുക. അടിപൊളി ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾക്ക് സാധിക്കും. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ നമുക്ക് ഇൻകമിംഗ് കോൾ ഗസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് സാധാരണ നമുക്ക് കോൾ വരുമ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ടാണല്ലോ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. സിംഗിൾ ടാപ്പ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ബാക്ക് വരാം. ഇവിടെ നമുക്ക് ക്വിക്ക് റെസ്പോൺസ്, നിങ്ങൾ ബിസി ഒക്കെ ആണെങ്കിൽ ഇവിടെ നമുക്കൊരു മെസ്സേജ് സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ കോൾ ചെയ്യുന്നവർക്ക് ഈ ഒരു SMS അവർക്ക് പോകും. അതായത് നമ്മൾ ബിസിയാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ വിളിക്കാം എന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആവശ്യത്തിന് സെറ്റ് ചെയ്യാം. പിന്നെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ, സാധാരണ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ സൗണ്ട് ആൻഡ് വൈബ്രേഷനും ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിന് സൗണ്ട് കൂട്ടാം, കുറക്കാം, റിംഗ് ടൂൺ മാറ്റാം, ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ വോയിസ് മെയിൽ, നിങ്ങൾ വോയിസ് മെയിൽ സെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സിം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ കോൺടാക്റ്റ് റിംഗിങ് ടൂൺ, നിങ്ങൾക്ക് ഓരോ കോൺടാക്റ്റിലും വ്യത്യസ്തമായിട്ടുള്ള റിംഗിങ് ടൂൺ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ കോൺടാക്റ്റ് ആഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള റിംഗിങ് ടൂണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ജസ്റ്റ് ബാക്ക് വരാം. ഏറ്റവും താഴെ അടിപൊളി ഓപ്ഷനാണ് കോളർ ID അനൗൺസ്മെൻറ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്. നെവർ എന്ന ഭാഗത്താണെങ്കിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുകയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുക. ഓൾവേസ് എന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തതും അല്ലാത്തതും ആയിട്ടുള്ള എല്ലാ കോളുകളും വരുമ്പോഴും ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു പേര് വിളിച്ച് പറയുന്ന ഓപ്ഷനാണ് ഇത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കിഡിലൻ ഫീച്ചറുകളുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൂഗിളിൻ്റെ ഫോൺ ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫീച്ചറുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.